ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൗരിയുടെ അമ്മ ഗംഗയോടും മഹിയോടും പറയും, എൻ്റെ കുഞ്ഞിനെ നിനക്കൊന്നും കൊന്നുകളയാൻ ഞാൻ വിട്ടുതരില്ല. അവളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഗോകുൽ പറയും, ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ഇത് നിങ്ങളുടെ വീടൊന്നും അല്ലല്ലോ. കുഞ്ഞിനെ കാണാനും സംരക്ഷിക്കാനുമാണ് ഞങ്ങൾ വന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടേ പോകൂ. അപ്പോഴാണ് അവിടേക്ക് പോലീസുകാർ വരുന്നത്. എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ SI ചോദിക്കും, ഇവിടെ എന്തോ ഒരാൾക്കൂട്ടം. അപ്പോൾ ഗോകുൽ മനസ്സിൽ വിചാരിക്കും, പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതായിരിക്കുമോ ദൈവമേ. അപ്പോൾ SI പറയും, ഞങ്ങൾ കുട്ടിയുടെ മൊഴിയെടുക്കാൻ വന്നതാണ്. അപ്പോൾ ഗൗരിയുടെ അമ്മ മനസ്സിൽ പറയും, മാളു ഞങ്ങളെ തിരിച്ചറിഞ്ഞു കാണുമോ, അതിനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട്. അപ്പോൾ പോലീസ് പറയും, കുട്ടിയുടെ അച്ഛനും അമ്മയും ഒഴികെ ബാക്കി എല്ലാവരും പുറത്തു പോയി നിൽക്കുക. അങ്ങനെ അത് കേട്ടതും എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ മഹിയോട് പറയും, മിസ്സിംഗ് കേസ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു വധശ്രമം കൂടിയുണ്ട്. അതുകൊണ്ട് സത്യം എന്താണെന്നും ആരാണ് കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞതെന്നും നമുക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ മഹി പറയും, സാറ് ചോദിച്ചോ, എനിക്കത് ആരാണെന്ന് അറിയണം. അപ്പോൾ ഇൻസ്പെക്ടർ മാളുവിനോട് ചോദിക്കും, മോളെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് അറിയോ, മോൾ എങ്ങനെ കിണറ്റിൽ വീണത്? അപ്പോൾ മാളു പറയും, എനിക്കറിയില്ല. അപ്പോൾ മഹി പറയും, മാളുവിനിപ്പോൾ ഒന്നും ഓർമ്മയില്ല സാറേ. മാളു ഉണർന്നത് തൊട്ട് ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, ഒരു അപകടമോ അത്യാഹിതമോ സംഭവിച്ചാൽ അതിൻ്റെ പല വശങ്ങളും ചിന്തിച്ചിട്ടേ ഒരു തീരുമാനത്തിലെത്താൻ പറ്റൂ. ഇവിടെ കുഞ്ഞിൻ്റെ ജീവൻ വെച്ചാണ് കളിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്നിട്ട് മാളുവിനോട് ചോദിക്കും, ഈ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മോൾ എവിടെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ മാളു പറയും, വീട്ടിലായിരുന്നു. വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. അല്ല, കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ ഡോക്ടറോട് ചോദിക്കും, കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഡോക്ടർ പറയും, പേടിക്കത്തക്ക കുഴപ്പമൊന്നുമില്ല. പിന്നെ വീണതിൻ്റെ ഷോക്കിൽ സംഭവിച്ചതാവും. ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തനിയെ മാറിക്കോളും. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കും, ഞങ്ങളിപ്പോൾ കുട്ടിയോട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ? ഇല്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. മോൾക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ ഞങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഗംഗ വിഷമിച്ച് ഹോസ്പിറ്റലിലെ റൂമിന് പുറത്തിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് വരുന്ന മഹി ഗംഗയോട് ചോദിക്കും, നിനക്ക് എന്നോട് ദേഷ്യമാണോ ഗംഗേ? അപ്പോൾ ഗംഗ പറയും, മഹിയേട്ടനോട് എനിക്ക് ദേഷ്യമോ? ഇതെന്താ ഈ പറയുന്നത്? അപ്പോൾ മഹി പറയും, മാളുവിനെ കാണാതായ ടെൻഷനിൽ ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഗംഗ പറയും, അതാണോ കാര്യം? അതൊന്നും സാരമില്ല മഹിയേട്ടാ, മഹിയേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ല ഗംഗേ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിനക്ക് മാളുവിനോടുള്ള സ്നേഹം മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ അത് അറിയണമായിരുന്നു. അപ്പോൾ ഗംഗ പറയും, അതെനിക്കറിയാം. എന്നെ മഹിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയേ തന്നെ അതറിയാവുന്നത് കൊണ്ടല്ലേ? അപ്പോൾ മഹി പറയും, അതെ, പക്ഷേ പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ മാളുവിൻ്റെ അച്ഛൻ മാത്രമായിപ്പോയി. നിന്റെ മനസ്സ് ഞാൻ മറന്നു. നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഗംഗ പറയും, മഹിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. മാളു എനിക്ക് എൻ്റെ സ്വന്തം മോളാണ്. അപ്പോൾ മഹി പറയും, അറിയാം. സ്വന്തം ജീവൻ പോലും മറന്നിട്ടല്ലേ ഗംഗ മാളുവിനെ രക്ഷിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഗംഗ പറയും, പ്രസവിച്ചത് കൊണ്ട് മാത്രമേ ഒരു സ്ത്രീ അമ്മയാവൂ എന്നൊന്നും ഇല്ലല്ലോ. എൻ്റെ മനസ്സിൽ ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മോളാണ് മാളു. സ്വന്തം കുഞ്ഞിന് വേണ്ടി ഒരമ്മ എന്തു ത്യാഗവും ചെയ്യില്ലേ? അതല്ലേ ഞാനും ചെയ്തത്. അപ്പോൾ മഹി പറയും, അതേ ഗംഗേ, നിന്റെ ഈ മനസ്സിനെ തെറ്റിദ്ധരിച്ച് എന്നോട് ഈശ്വരൻ പോലും പൊറക്കില്ല. സത്യം പറയാലോ, എൻ്റെയും മാളുവിൻ്റെയും ഭാഗ്യമാണ് നീ. അപ്പോൾ ഗംഗ പറയും, അല്ല മഹിയേട്ടാ, മഹിയേട്ടൻ്റെയും മാളുവിൻ്റെയും ജീവിതത്തിലേക്ക് വരാൻ പറ്റിയ ഞാനാണ് ഭാഗ്യവതി. എനിക്ക് എന്തോ ഒരു ഭയം തോന്നുന്നുണ്ട് മഹിയേട്ടാ. എന്ത് ഭയം? നമ്മളെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇതൊക്കെ എന്ന്. അപ്പം മഹി പറയും, ആരെന്തൊക്കെ ചെയ്താലും നിന്നെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ സാധിക്കില്ല. കാരണം എൻ്റെ കുഞ്ഞിനെയും എന്നെയും നീ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ആ സത്യം എനിക്ക് അറിയാവുന്നിടത്തോളം കാലം ആർക്കും അതിന് സാധിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് വലിയ സന്തോഷമാവാണ് കേട്ടോ. അതേസമയം വക്കീൽ ഗോകുലിനോട് ചോദിക്കും, കുഞ്ഞിനിപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞത് ഉറപ്പാണോ? അപ്പോൾ ഗോകുൽ പറയും, അതെ, പോലീസുകാർ വന്ന് ചോദിച്ചപ്പോൾ മാളുവിനൊന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അവസരം നമ്മൾ മാക്സിമം മുതലാക്കണം. മാളുവിനെ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് എല്ലാ കുറ്റവും ഗംഗയുടെ തലയിൽ കെട്ടിവെക്കണം. അങ്ങനെയായാൽ മാളു അവിടെ സുരക്ഷിതയല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടത്തിയെടുക്കാം. അതോർത്ത് ഗോകുലിന് ടെൻഷൻ ആവേണ്ട, വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. അപ്പോൾ ഗോകുൽ പറയും, അത് മതി. ഇതോടെ മഹിയുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. മാളു കൂടെയുള്ളതാണ് മഹിയുടെ ബലം. മാളുവിനെ നഷ്ടമായാൽ ഒരു പരിധിവരെ മഹി തകരും. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. മരിച്ചുപോയ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവളുടെ കുഞ്ഞിനെ വീണ്ടെടുക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ അമ്മ പോലും വിചാരിക്കുന്നത്. സത്യങ്ങൾ അറിയുന്നത് വക്കീലിന് മാത്രമാണ്.
അപ്പോൾ വക്കീൽ പറയും എല്ലാ പഴികളും ഗംഗയുടെ മേൽ ആരോപിച്ച് നമ്മൾ ആ കുഞ്ഞിനെ നേടിയെടുത്തിരിക്കും. അപ്പോൾ ഗോകുൽ പറയും മാളുവിനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നൊരു ഭയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈശ്വരൻ നമ്മുടെ ഒപ്പമാണ്. അതേസമയം ഗംഗ മാളുവിനെ പാലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മഹി മാളുവിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഗംഗ വിചാരിക്കും മാളുവിന് ഇത്രയും വലിയ ആപത്ത് പറ്റിയിട്ടും ഗൗരി ചേച്ചി എന്താ വരാതിരുന്നത്? ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മാളുവിൻ്റെ ദേഹത്ത് ഒരു പൊടി പോലും പറ്റാൻ ചേച്ചി സമ്മതിക്കില്ലായിരുന്നു. അതറിയാൻ ഇനി എന്താ ഒരു വഴി? ഇനി വട്ടത്തിരിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. അനങ്ങാൻ കഴിയാത്ത വിധം ആരെങ്കിലും ഗൗരി ചേച്ചിയെ ബന്ധിച്ചു കാണും. അതെന്താണെന്ന് കണ്ടെത്തണം. ഉടനെ വട്ടത്തിരിയെ കാണണം. അതേസമയം ശ്രേയ പോയിട്ട് നകുലിനോട് പറയും മാളുവിനൊന്നും ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ, പക്ഷേ നീ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നകുല് പറയും ഞാൻ അവൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ എൻ്റെ മുന്നിലേക്ക് അവൾ വന്ന് വീണതാണ്. പിന്നെ അതിനെ കണ്ടാൽ അറിയാതെ എൻ്റെ രക്തം തിളയ്ക്കും. പിന്നെ അറിയാതെ എൻ്റെ രക്തം തെളിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ദ്രോഹമാണ് ആ കുട്ടിപ്പിശാച എന്നോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രേയ പറയും അവൾക്ക് ഓർമ്മ പോയതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ മാളവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചെന്ന കേസ് കൂടി നിന്റെ തലയിൽ വന്നേനെ. അപ്പോൾ നകുല് പറയും ഇനിയും കേസുകൾ നിറയട്ടെ ശ്രേയെ, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പോൾ ശ്രേയ പറയും മാളവിന് ഓർമ്മ വന്ന് അവൾ നിന്റെ പേര് പറഞ്ഞാൽ ഉറപ്പായും പോലീസ് നിന്നെ പൊക്കും, അല്ലെങ്കിൽ മഹിയേട്ട നിന്നെ പൊക്കും. അപ്പോൾ നകുല് പറയും അങ്ങനെ എന്നെ മാത്രമായിട്ട് ആരും പൊക്കില്ല, ഞാൻ പെട്ടാലേ നീയും പെടും, നിന്നെ ഞാൻ പെടുത്തും. അപ്പോൾ ശ്രേയ പറയും ആവശ്യമില്ലാത്ത ഭീഷണിയൊന്നും വേണ്ട നകുലേ. അപ്പോൾ നകുല് പറയും ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തിയതൊന്നല്ല, ഉള്ള കാര്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടാതെ ഇരിക്കേണ്ടത് നിന്റെ കൂടെ ആവശ്യമാണെന്ന് നീ മനസ്സിലാക്കണം. എന്നെ ആരും പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലും സഹായവും നീ തന്നെ എനിക്ക് ചെയ്തു തരണം. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഗംഗ മട്ടത്തിരിയെ കാണാൻ പോവുകയാണ്. എന്നിട്ടെല്ലാം തിരുമേനിയോട് പറയാൻ കേട്ടോ. തിരുമേനി പ്രാർത്ഥിച്ചതിന് ശേഷം ഗംഗയോട് പറയും ഗംഗ പറഞ്ഞതെല്ലാം ശരിയാണ്, ഗൗരി ഇപ്പോൾ ആപത്തിലാണ്. അതുകൊണ്ടാണ് മാള് ആപത്തിലായ സമയത്ത് ഗൗരിക്ക് വരാൻ സാധിക്കാത്തത്. ഗൗരി ചേച്ചിയെ ഇനി എങ്ങനെ രക്ഷിക്കും തിരുമേനി? അപ്പോൾ തിരുമേനി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കവടി നിർത്തി നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും ഗൗരി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവളെ മോചിപ്പിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ മാർഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഗംഗ പറയും ഞാൻ ചെയ്തോളാം. ഗൗരി ചേച്ചിയുടെ ആത്മാവ് നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ മാളവിന് സുരക്ഷ നൽകും. മാളവിന് ഒരു ആപത്തും വരാൻ ഗൗരി ചേച്ചി സമ്മതിക്കില്ല. എൻ്റെ മാളുവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ തിരുമേനി പറയും ഗംഗ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഇറങ്ങി തിരിച്ചാൽ പാതിയിൽ ഒരു മടങ്ങി വരവ് ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായി ആലോചിക്കണം. അപ്പോൾ ഗംഗ പറയും എനിക്ക് സമ്മത തിരുമേനി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തിരുമേനി പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ തിരുമേനി പറയും ഗൗരിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നത് ഇല്ലിമല കാട്ടിലാണ്. അവിടെ പോയി ഗൗരിയെ ബന്ധിച്ചിരിക്കുന്ന പാലമരത്തിൽ തറച്ചിരിക്കുന്ന ആണി ഊരിയെടുക്കണം. ഗംഗ ഒറ്റയ്ക്ക് വേണം അങ്ങോട്ട് പോകാൻ. ഗംഗയുടെ യാത്രയ്ക്ക് ധൈര്യവും ശക്തിയും കിട്ടാൻ എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും. ഗംഗ പോകുന്ന സമയം മുതൽ ഞാൻ ഇവിടെ പൂജയിലായിരിക്കും. ഇന്ന് രാത്രി തന്നെ ഗംഗ ഇല്ലിമല കാട്ടിലേക്ക് പോയിരിക്കണം. കാരണം ഇന്ന് അമാവാസിയാണ്. നാളെ നേരം പുലരും മുമ്പ് ഗൗരിയുടെ ആത്മാവിനെ മോചിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നടക്കില്ല. കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല. ഗൗരിയുടെ ആത്മാവിന് കാവലായിട്ട് അവിടെ ഒരു ദുരാത്മാവിനെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്ന വഴിയിൽ പല തടസ്സങ്ങളുണ്ടാവും. എന്നിട്ട് ഒരു ഏലസ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഗംഗയ്ക്ക് കൊടുത്തിട്ട് പറയും ഈ ഏലസ് എപ്പോഴും കയ്യിലുണ്ടാകണം. എന്തു വന്നാലും ഇത് താഴെ വെക്കാനോ നഷ്ടപ്പെടുത്താനോ പാടില്ല. എന്നിട്ട് ഒരു ചരട് എടുത്തു കൊടുത്തിട്ട് പറയും ഈ ചരട് ആണി ഊരുന്നതിന് മുമ്പ് മരത്തിൽ കെട്ടണം. പിന്നെ ആ ദുരാത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പേടിക്കരുത്, മനസ്സ് കൈവിട്ടു പോകുന്ന പലതും വഴിയിലുണ്ടാകും. അങ്ങനെ പറയുന്ന തിരുമേനിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രോമോയിൽ കാണിക്കുന്നത് ഗംഗ മഹിയോട് ഗംഗയ്ക്ക് അത്യാവശ്യമായിട്ട് തറവാട് വരെ പോകണമെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എന്താ കാര്യം എന്ന് മഹി ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗംഗ രാത്രിയിൽ തിരുമേനി പറഞ്ഞതുപോലെ ഇലിമല കാട്ടിലേക്ക് തനിച്ച് പോവുകയാണ്. പിന്നെ ഗംഗ എന്തോ കണ്ട് പേടിച്ച് ഒരു കുളത്തിലേക്ക് വീണ് മുങ്ങി താഴ്ന്നതാണ് പ്രോമോയിൽ അവസാനമായിട്ട് കാണിക്കുന്നത്. ഗംഗ ഇനി എങ്ങനെ രക്ഷപ്പെടും? പുലരും മുമ്പ് ഗൗരിയെ രക്ഷിക്കാൻ ഗംഗയ്ക്ക് സാധിക്കുമോ എന്നെല്ലാം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമല്ല മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.